പ്രഭാഷകന്റെ പുസ്തകം 39 അധ്യായം 20 തിരുവചനം. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ആ വചനം നമുക്കൊന്ന് സ്വീകരിച്ചാലോ? വലതുകരം ഉയർത്തിപ്പിടിച്ച് ഏറ്റുചൊല്ലണം. അനാദി മുതൽ അനന്തത വരെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആരംഭം മുതൽ അവസാനം വരെ, അനാദി മുതൽ അനന്തത വരെ. അപ്പൊ വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തന പുസ്തകം 56 അധ്യായം 8 തിരുവചനം വായിച്ചാലോ? സങ്കീർത്തനം 56, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 56, 56 വചനം, അതിന്റെ 8 തിരുവചനം. സങ്കീർത്തനം 56 വചനം 8. അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ പരിചിതമായ വചനം. പക്ഷെ ഈ വിഷയം പഠിക്കുമ്പോൾ ഇതങ്ങോട്ട് സ്വീകരിച്ചോണേ. നിവർന്നിരുന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. ആ വചനം ഒന്നും കൂടെ പറഞ്ഞേ, ഞങ്ങളൊന്ന് ഏറ്റു പറയാം, ഒച്ചത്തിൽ പറഞ്ഞോ. അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കണ്ടോ? ശ്രദ്ധിച്ചേ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിനക്ക് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും നിനക്ക് പോലും ഓർമ്മയില്ല. പക്ഷേ കർത്താവ് അവയെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. അത് ദൈവം നിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ അലച്ചിലുകൾ ദൈവം എണ്ണിയിട്ടുണ്ട്. ഹല്ലേലൂയാ. നിന്റെ അലച്ചിലുകൾ കർത്താവ് എണ്ണിയിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്റെ അലച്ചിലുകൾ കർത്താവ് എണ്ണിയിട്ടുണ്ട്. ഉണ്ടെന്ന്? നിന്റെ അലച്ചിലുകൾ കർത്താവ് എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നതിന് അർത്ഥം എന്താ? ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവിനറിയാം. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? ഓരോരുത്തരും ഇത് ഏറ്റെടുക്കണം. എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അറിയാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് എൻ്റെ ഈ സങ്കടത്തിലേക്ക്, എൻ്റെ ഈ വിഷമത്തിലേക്ക് എൻ്റെ കർത്താവിനെ ഞാൻ വിളിക്കണം.